സൗത്ത് ഇന്ത്യൻ ബാങ്ക് നെയ്യശ്ശേരി ശാഖ സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇടുക്കി ജില്ലാ കളക്ടർ അജിത് പാട്ടീൽ ഉദ്ഘാടനം നിർവഹിച്ചു. ATM സെന്റർ നെയ്യശ്ശേരി പള്ളി വികാരി ഫാദർ ജെയിംസ് വരാരപ്പിള്ളിലും സേവ്സ് ഡെപ്പോസിറ്റ് ലോക്കർ വാഴക്കുളം വിശ്വജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് സെക്രട്ടറി PA ഉതുപ്പാടത്തിലും ഉദ്ഘാടനം ചെയ്തു. സൗത്ത് ഇന്ത്യൻ ബാങ്ക് മൂവാറ്റുപുഴ മേഖലാ മേധാവി ജോളി സെബാസ്റ്റ്യൻ ചിറമാട്ടിൽ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ആൻസി സോജൻ, VN മാധവൻ വള്ളാടിയിൽ, KA ഫ്രാൻസിസ്, ചീഫ് മാനേജർ ജേക്കബ് ഫിലിപ്പ്, ബ്രാഞ്ച് മാനേജർ റിൻസി മാത്യു, ഇളന്തേശം ബ്ലോക്ക് കൃഷി വകുപ്പ് ഡയറക്ടർ ആശ വർഗീസ്, SNDP യൂണിയൻ തൊടുപുഴ കമ്മിറ്റി മെമ്പർ VN മാധവൻ മാസ്റ്റർ, നെയ്യശ്ശേരി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ KA ഫ്രാൻസിസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. അൺബാങ്ക്ഡ് എന്ന് പറഞ്ഞാൽ കേരളം പോലെ വളരെ കമേഴ്ഷ്യലി ആക്റ്റീവായിട്ടുള്ള ഒരു സംസ്ഥാനത്ത് തൊടുപുഴ എന്ന് മാത്രം 10-15 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ ബാങ്ക് ബ്രാഞ്ച് ഇല്ല. ബാക്കി എല്ലാ ഫെസിലിറ്റീസ് ഉണ്ടെങ്കിലും ഒരു ഏറ്റവും നല്ല സാങ്കേതിക എല്ലാ ഫാസിലിറ്റീസ് സൗകര്യമുള്ള ഒരു ബാങ്ക് ഇല്ല. ഈ സാഹചര്യത്തിൽ ഈ വില്ലേജിൽ സൗത്ത് ഇന്ത്യൻ ബാങ്ക് മുൻകൈ എടുത്ത് എല്ലാ ഫെസിലിറ്റീസുള്ള ATM ലോക്കർ വളരെ നല്ല ഭംഗിയായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ബാങ്കിൻ്റെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ ആഗ്രഹിച്ചത് അത് വളരെ പ്രശംസനീയമായ ഒരു കാര്യമാണ്. ഞാൻ ചാർജ് എടുത്തതിന് ശേഷം പല പ്രാവശ്യം ഡിസ്ട്രിക്ട് ലെവൽ ബാങ്കേഴ്സ് മീറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും വലിയ പരാതി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചിന്തയുടെ വിഷയം എന്ന് പറഞ്ഞാൽ ഇടുക്കി ജില്ലയിലുള്ള ബാങ്ക് ബ്രാഞ്ചസിൻ്റെ എക്സ്പാൻഷൻ. നല്ല തെളിഞ്ഞ കാലാവസ്ഥ ഉള്ളപ്പോൾ കസ്റ്റമേഴ്സിന് കടം കൊടുക്കുകയും മഴ പെയ്യുമ്പോൾ ആ കുട തിരികെ ചോദിക്കുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനമാണ് ബാങ്ക് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത്. എന്നാൽ അദ്ദേഹം പറഞ്ഞത് സൗത്ത് ഇന്ത്യൻ ബാങ്കിനെ കുറിച്ചല്ല എന്ന് നമുക്കറിയാം. കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്ക് അന്ന് ഉണ്ടായിരുന്നില്ല. മാത്രമല്ല സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ പ്രവർത്തന ശൈലി അതല്ല എന്ന് നമുക്കറിയാം. മഴക്കാറ് കാണുമ്പോഴേക്കും സുരേഷ് ഗോപിയുടെ കയ്യിൽ